വയനാട്ടിൽ കിറ്റ് വിവാദം പ്രധാന രാഷ്ട്രീയ ചർച്ചാ വിഷയമാവുകയാണ്. മാനന്തവാടിയിലും ബത്തേരിയിലുമെല്ലാം കിറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദവും ചർച്ചകളുമാണ് നടക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് അതിൻ്റെ വിശദാംശങ്ങൾ നൽകാനുണ്ട്. സുർജിത്ത്, എന്താണ് പുതിയ വിവരങ്ങൾ? ഈ കിറ്റ് വിവാദം വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് വഴിമാറിയിരിക്കുകയാണ് വേണു. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് സുൽത്താൻ ബത്തേരിയിൽ ഒരു ഭക്ഷ്യ ഉൽപ്പന്ന വിതരണ സ്ഥാപനത്തിൽ നിന്ന് ഈ കിറ്റുകൾ പിടികൂടുന്നത്. ഇത് 2 ലോറിയിലാക്കി കയറ്റിയ നിലയിലായിരുന്നു കിറ്റുകൾ. അതിൽ പഞ്ചസാര, ചായപ്പൊടി, അതോടൊപ്പം തന്നെ മറ്റ് ഭക്ഷ്യവസ്തുക്കൾ, അതായത് ഇതുമായി മറ്റ് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ ഈ കിറ്റിൽ ഉണ്ടായിരുന്നു. അങ്ങനെ 270ഓളം രൂപ വില വരുന്ന കിറ്റുകളാണ് തയ്യാറാക്കി വെച്ചിരുന്നത്. 2 ലോറികളിലായി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു കിറ്റിൽ അടയ്ക്ക, വെറ്റില, അതോടൊപ്പം തന്നെ ചുണ്ണാമ്പ് ഉൾപ്പെടെയുള്ള മുറുക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളും തയ്യാറാക്കി വെച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ കിറ്റുകൾ ആദിവാസി മേഖലയിൽ വിതരണം ചെയ്യാൻ വേണ്ടി BJP തയ്യാറാക്കിയതാണ് എന്നുള്ള ആരോപണമാണ് ഈ വിഷയത്തിൽ UDF അതോടൊപ്പം തന്നെ LDF ഉന്നയിച്ചത്. ഇതിനെ തുടർന്ന് പ്രതിഷേധമുണ്ടായി. ഇതിന് തൊട്ട് പിന്നാലെ തന്നെ 5-ാം മൈലിലെ മറ്റൊരു സൂപ്പർ മാർക്കറ്റിൽ സമാനമായ രീതിയിൽ തന്നെ തയ്യാറാക്കി വെച്ച കിറ്റുകളും കണ്ടെത്തുകയുണ്ടായി. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉടലെടുത്തു. പോലീസാണ് ഈ ബത്തേരിയിൽ ഇത് കണ്ടെത്തിയത്. അതിനുശേഷം 5-ാം മൈലിലും പരിശോധന നടന്നു. പിന്നീട് കൽപ്പറ്റയിൽ മേപ്പാട് റോഡിലെ മറ്റൊരു സൂപ്പർ മാർക്കറ്റിലും സമാനമായ രീതിയിൽ തന്നെ ഈ കിറ്റുകൾ കണ്ടെത്തുകയായിരുന്നു. അവിടെ നിന്നും ധാരാളം കിറ്റുകൾ ഇത്തരത്തിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇത് രാഷ്ട്രീയ വിവാദമാകാനുള്ള കാരണം ഇത് BJPയുടെ പ്രാദേശിക നേതാക്കളാണ് ഇത് ഓർഡർ ചെയ്തതെന്നുള്ള ആക്ഷേപമാണ് LDF-ഉം UDF-ഉം ഒരുപോലെ ഉന്നയിക്കുന്നത്. T. സിദ്ദിഖ് MLA-യുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നു. ഈ വിഷയത്തിൽ നിന്ന് BJPക്ക് കൈ കഴുകാൻ കഴിയില്ല എന്നുള്ളതാണ് T. സിദ്ദിഖ് MLA വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഈ കിറ്റിൻ്റെ ഓർഡർ നൽകിയത് BJP പ്രവർത്തകരാണ്. ഇത് കൊണ്ടുപോയത് BJP അറേഞ്ച് ചെയ്ത വാഹനത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട ബോധ്യം തങ്ങൾക്കുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ട്. BJPയിലെ ഉന്നതർ ഈ വിഷയത്തിൽ പ്രതികരിക്കട്ടെ, അതിനുശേഷം എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും T. സിദ്ദിഖ് MLA വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം ഈ വിഷയത്തിൽ BJPയുടെ ഒരു ഔദ്യോഗിക പ്രതികരണം എന്നുള്ള നിലയിൽ വന്നിരിക്കുന്നത് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് മലവേലിൻ്റെ പ്രതികരണമാണ്. അദ്ദേഹം പറയുന്നത്, എന്തിനാണ് ഈ കിറ്റ് വിവാദം BJPയുടെ തലയിലിടുന്നത് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കിറ്റ് കൊടുത്ത് വോട്ട് പിടിക്കുന്നത് LDF-ഉം UDF-ഉമാണ്. BJP പ്രവർത്തകരാരും ഈ വോട്ടിനായി കിറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഈ കോളനികളിൽ നല്ല കിറ്റ് പിടിച്ചത് BJP പ്രവർത്തകരുമായി ബന്ധമില്ല. ഈ വിഷയത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും കൃത്യമായ രീതിയിലുള്ള അന്വേഷണം വേണമെന്നുമുള്ള ആവശ്യമാണ് പ്രശാന്ത് മലവേൽ ഉന്നയിക്കുന്നത്. എന്തായാലും ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വയനാട്ടിൽ തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ഗുരുതരമായ ഒരു ആരോപണം BJP നേരിടുന്നത്. അവർക്ക് ബന്ധമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പ്രാദേശിക നേതാക്കളാണ് ഇത് ഓർഡർ ചെയ്തതെന്നുള്ള ആരോപണം ശക്തമായി ഉന്നയിക്കുന്നുണ്ട് UDF. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും അവർ പുറത്തുവിടും എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. വേണു. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.